എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 34 മുതലുള്ള വാക്യങ്ങളാണ്. മത്തായി 13-ാം അധ്യായം 34-35 വാക്യങ്ങളിൽ ഇതൊക്കെയും യേശു പുരുഷാരത്തോട് ഉപമകളായി പറഞ്ഞു. ഉപമ കൂടാതെ അവരോട് ഒന്നും പറഞ്ഞില്ല. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും എന്ന് പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു എന്ന് നാം വായിക്കുന്നു. വിതക്കാരൻ്റെ ഉപമ, കളകളുടെ ഉപമ, കടുകുമണിയുടെ ഉപമ, പുളിച്ച മാവിൻ്റെ ഉപമ എന്നിവ പറഞ്ഞതിനോട് ചേർന്ന് ക്രിസ്തു യേശു ജനക്കൂട്ടത്തോട് ഉപമ കൂടാതെ ഒന്നും സംസാരിച്ചില്ലെന്ന് മത്തായി സുവിശേഷകൻ ചൂണ്ടിക്കാണിക്കുന്നു. താൻ ജനക്കൂട്ടത്തോട് ഉപമകളിലൂടെ സംസാരിച്ചത് എന്തുകൊണ്ടാണെന്ന് ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് വിശദീകരിക്കുന്നത് മത്തായി 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നു. എന്നാൽ ഉപമകളിലൂടെയുള്ള യേശുക്രിസ്തുവിൻ്റെ സംസാരം 78-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള മറ്റൊരു മിശിഹ പ്രവചനത്തിൻ്റെ നിവൃത്തിയാണെന്ന് മത്തായി ഇവിടെ കൂട്ടിച്ചേർക്കുന്നു. കർത്താവ് നിവർത്തിച്ചു എന്ന് മത്തായി ഉദ്ധരിക്കുന്ന വേദഭാഗം 78-ാം സങ്കീർത്തനത്തിലെ 2-ാം വാക്യമാണ്. ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായി തുറക്കും, പുരാതന കടങ്കഥകളെ ഞാൻ പറയും. ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ധ്യാനിക്കുന്ന ആസാഫിൻ്റെ സങ്കീർത്തനത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പ്രവചിച്ചതായി നാം വായിക്കുന്നു. മത്തായി 13-ാം അധ്യായം 36 മുതൽ 43 വരെ വാക്യങ്ങളിൽ ഗോതമ്പിൻ്റെയും കളകളുടെയും ഉപമയുടെ അർത്ഥം യേശുക്രിസ്തു വിശദീകരിക്കുന്നതും ദൈവരാജ്യത്തിൻ്റെ വിശ്വസ്തരായ പുത്രന്മാർക്കും ദുഷ്ടന്റെ പുത്രന്മാർക്കും അന്ത്യനാളിലെ വിധി ദിവസത്തോടെ എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചും കർത്താവ് പറയുന്നത് നാം മുൻപിലത്തെ വായനയിൽ ചിന്തിച്ചതാണ്. 44-ാം വാക്യത്തിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള 5-ാമത്തെ ഉപമയായി സ്വർഗരാജ്യം വയലിൽ മറഞ്ഞിരിക്കുന്ന ഒരു നിധി പോലെയാണ് എന്ന് കർത്താവ് പറയുന്നതായി നാം വായിക്കുന്നു. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചുവെച്ച നിധിയോട് സാദൃശ്യം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി എന്ന് കർത്താവ് പറയുന്നു. വലിയ കൊള്ള കണ്ടുകിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു എന്ന സങ്കീർത്തനത്തിൽ 119-ാം അധ്യായം 162-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ദൈവിക ജ്ഞാനവും ദൈവവചനവും വെള്ളിയെപ്പോലെ അന്വേഷിച്ച് നിക്ഷേപങ്ങളെപ്പോലെ തിരയുന്നു എങ്കിൽ നീ യഹോവ ഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും എന്ന സദൃശ്യവാക്യം 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. 45-46 വാക്യങ്ങളിൽ സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള 5-ാമത്തെ ഉപമയായി സ്വർഗരാജ്യം വിലയേറിയ ഒരു നല്ല മുത്തിനോട് സാദൃശ്യപ്പെടുത്തുന്നതായി നാം കാണുന്നു. സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് അത് വാങ്ങി എന്ന് കർത്താവ് പറയുന്നു. ദൈവജ്ഞാനം മുത്തുക്കളിലും വിലയേറിയത്, നിന്റെ മനോഹര വസ്തുക്കൾ ഒന്നും അതിനോട് തുല്യമാകയില്ല എന്ന് സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യോബിന്റെ പുസ്തകം 28 അധ്യായം 18-ാം വാക്യത്തിൽ പവിഴത്തിൻ്റെയും പളിങ്കിൻ്റെയും പേർ മിണ്ടുകയേ വേണ്ട, ജ്ഞാനത്തിൻ്റെ വില മുത്തുക്കളിലും കവിഞ്ഞതല്ലോ എന്ന് എഴുതിയിരിക്കുന്നു. കർത്താവ് ഇവിടെ പ്രസ്താവിച്ച വയലിലെ നിധിയുടെയും വ്യാപാരി കണ്ടെത്തുന്ന മുത്ത് എന്നിങ്ങനെയുള്ള 2 ഉപമകളുടെയും അർത്ഥം എന്താണ് എന്ന് ശ്രദ്ധിക്കാം. ഈ 2 ചെറിയ ഉപമകളും നല്ല സമാനതകൾ ഉള്ളതുകൊണ്ട് അവ രണ്ടും ഒരേ പാഠം പഠിപ്പിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നു. കർത്താവ് വാഗ്ദാനം ചെയ്യുന്ന സ്വർഗരാജ്യത്തിന് വിലമതിക്കാനാവാത്ത മൂല്യമുണ്ട് എന്നാണ് ഈ 2 ഉപമകളിലും പ്രധാനമായും സൂചിപ്പിക്കുന്നത്. 2 ഉപമകളിലും വളരെ അമൂല്യമായ ഒരു കാര്യം കൈവശമാക്കാൻ തനിക്കുള്ളതെല്ലാം വിറ്റ ഒരു മനുഷ്യൻ ഉൾപ്പെടുന്നു. നിധിയും മുത്തും യേശുക്രിസ്തുവിനെയും കർത്താവ് മനുഷ്യർക്ക് നൽകുന്ന രക്ഷയ്ക്ക് അളവില്ലാത്ത വിധം വിലയുള്ളതാണ് എന്ന് സൂചിപ്പിക്കുന്നതാണ്. തനിക്കുള്ളതൊക്കെയും വിറ്റ് നിധിയും മുത്തും സ്വന്തമാക്കുന്നു എന്നതിൻ്റെ അർത്ഥം ദൈവം നൽകുന്ന രക്ഷ പ്രവൃത്തികൾക്കോ ദാനങ്ങൾക്കോ ഉള്ള പ്രതിഫലമാണ് എന്നല്ല. നമ്മുടെ എല്ലാ ലൗകിക വസ്തുക്കളും പ്രയത്നങ്ങളും രക്ഷയ്ക്ക് പകരമായി ഒരു മറുവിലയായി നമുക്ക് നൽകാൻ കഴിയുകയില്ലെങ്കിലും ദൈവം ക്രിസ്തുവിലൂടെ നൽകുന്ന ഏറ്റവും വലിയ കൃപാദാനമായ രക്ഷ ഒരുവൻ കണ്ടെത്തിക്കഴിഞ്ഞാൽ അത് സ്വന്തമാക്കാൻ ആ അമൂല്യ സമ്മാനം സ്വീകരിക്കുന്നവൻ
അതിൻ്റെ അനന്തമൂല്യം മനസ്സിലാക്കി തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവും എന്നതിനെ സൂചിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-8 വാക്യങ്ങളിൽ പൗലോസ് അപ്പസ്തോലൻ ക്രിസ്തുവിലുള്ള പരിജ്ഞാനത്തിൻ്റെ വലിപ്പം അറിഞ്ഞുകൊണ്ട് താൻ അതിനു മുമ്പ് വിലയേറിയത് എന്ന് കരുതിയ എല്ലാ നേട്ടങ്ങളെയും നഷ്ടമായി കണക്കാക്കുന്നു എന്ന് നാം വായിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ ശ്രേഷ്ഠതയോട് താരതമ്യം ചെയ്യുമ്പോൾ ലോകത്തിലെ തനിക്കുള്ള ഭൗതികമായ എല്ലാത്തിനെയും നഷ്ടമെന്നും വിലയില്ലാത്തതെന്നും അപ്പസ്തോലൻ കാണുന്നു എന്ന് നാം വായിക്കുന്നു. പഴയ നിയമത്തിൽ മോശെ തൻ്റെ വിശ്വാസത്താൽ ഫറവോന്റെ പുത്രിയുടെ മകനെന്ന രാജകീയ ഉന്നത പദവി നിരസിച്ചു ദൈവജനത്തോടൊപ്പം കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്നും പാപത്തിന്റെ താൽക്കാല ഭോഗത്തേക്കാൾ ദൈവം നൽകുന്ന അളവറ്റ പ്രതിഫലത്തെ മനസ്സിലാക്കിയതുകൊണ്ട് ഈജിപ്തിലെ രാജകീയ സമ്പത്ത് അനുഭവിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിനെ പ്രതി അനുഭവിക്കുന്ന നിന്ദയെ ഏറ്റവും വലിയ ധനമായി എണ്ണുകയും ചെയ്തു എന്ന് എബ്രായ ലേഖനം 11-ാം അധ്യായം 24-26 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. വയലിൽ ഒളിച്ചു വെച്ച നിധി കണ്ടെത്തുന്ന ഉപമയിൽ നിധി മറഞ്ഞിരിക്കുന്നു എന്നത് സുവിശേഷത്തിന്റെ രക്ഷാകരമായ ആത്മീയ സത്യം അനേകം ജനം കാണാതെ പോകുന്നുവെന്നും ഭൗതികമായ ബുദ്ധിശക്തിയോ ലൗകിക ജ്ഞാനമോ കൊണ്ട് മനുഷ്യർക്ക് അത് കണ്ടെത്താൻ കഴിയുകയില്ലെന്നും സൂചിപ്പിക്കുന്നു. മത്തായി 13-ാം അധ്യായം 11 മുതൽ 17 വരെ ഉള്ള വാക്യങ്ങളിൽ കർത്താവ് മുൻപ് പറഞ്ഞതുപോലെ മനുഷ്യരുടെ നിത്യരക്ഷയ്ക്കുള്ള ദൈവിക സത്യങ്ങൾ ഗ്രഹിക്കാതെ എതിർക്കുന്നവരിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ മറഞ്ഞിരിക്കുന്നു എന്ന് ഈ ഉപമയിലൂടെ വ്യക്തമാക്കുന്നു. അങ്ങനെ സുവിശേഷത്തോട് എതിർത്ത് അനുസരണക്കേട് കാണിക്കുന്നവർ അവരുടെ ആത്മീക അന്ധതയാലുള്ള അവരുടെ അവിശ്വാസത്തിന്റെ പരിണതഫലമായ നിത്യശിക്ഷ നേരിടേണ്ടി വരും. എന്നാൽ ദൈവത്തിന്റെ ആത്മാവിൽ കണ്ണു തുറക്കപ്പെട്ടവർ ആത്മീക സത്യം വിവേചിച്ചറിയുകയും ഈ രണ്ട് ഉപമയിലെ മനുഷ്യരെ പോലെ അവർ സ്വർഗരാജ്യത്തിന്റെയും സുവിശേഷത്തിന്റെയും സമാനതകളില്ലാത്ത മൂല്യത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്നു. മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയുടെ ഉപമയിൽ വിലയേറിയ മുത്ത് കണ്ടെത്തിയപ്പോൾ ആ വ്യാപാരി അതിനുശേഷം വേറെ മുത്തുകൾ തേടുന്നത് നിർത്തി എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. മുത്ത് എന്നത് സുവിശേഷത്തിലൂടെ ദൈവം നൽകുന്ന നിത്യജീവൻ, അക്ഷയമായ നിത്യമായ സ്വർഗീയ അവകാശം, ക്രിസ്തുവിലുള്ള നിത്യസ്നേഹം എന്നിങ്ങനെ സമാനതകളില്ലാത്ത ദൈവിക ദാനങ്ങളെ സൂചിപ്പിക്കുന്നു. അവ ഒരിക്കൽ കണ്ടെത്തിയ ഒരുവൻ മറ്റ് ആത്മീക പരിഹാരമോ മറ്റ് ആശ്വാസമോ ഒന്നും അന്വേഷിക്കാതെ തൻ്റെ തിരച്ചിൽ അവസാനിപ്പിക്കുന്നു. ഇത് ക്രിസ്തുയേശു എന്ന സകലത്തിനും പരിഹാരകൻ ആയവൻ ആത്മീകവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും നിറവേറ്റി നമുക്ക് നിത്യമായ ആശ്വാസം നൽകുന്നതിനെ ഇത് സൂചിപ്പിക്കുന്നു. ക്രിസ്തുവിൽ മാത്രം സർവാശ്രയം വെക്കുന്നവരെ കർത്താവ് ദൈവം മുമ്പാകെ പൂർണ്ണരും ശുദ്ധരും ആക്കുകയും ഹൃദയങ്ങളെ ശാന്തമാക്കുകയും ഭാവിയെക്കുറിച്ചുള്ള പ്രത്യാശ നൽകുകയും ചെയ്യുന്നു എന്ന സത്യം കൂടി ഈ ഉപമകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം.